ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് കളമശ്ശേരിയിലേക്കാണ്. സമയം വൈകിട്ട് 4:30 ആയിട്ടുണ്ട്. നല്ല മഴ. അപ്പോൾ ഇങ്ങനെ വീട്ടിലിരുന്നപ്പോൾ ഒരു ബിരിയാണി കഴിക്കാൻ ഭയങ്കര ക്രേവിങ്. അപ്പോൾ ആലുവയിൽ ഏറ്റവും നിയറസ്റ്റ് ആയിട്ട് നല്ല അടിപൊളി ബിരിയാണി കിട്ടുന്ന ഒരു സ്ഥലമുണ്ട്. അപ്പോൾ അങ്ങോട്ടേക്കാണ് പോകുന്നത്. പോകുന്ന വഴിക്ക് നല്ല മഴയുണ്ടായിരുന്നു. വൈകിട്ട് 4 മണി സമയം, നല്ല മഴ, ബിരിയാണി, ആഹാ അന്തസ്സ്. അപ്പോൾ നമ്മൾ ഏകദേശം എത്തി. അപ്പോൾ നമ്മൾ വന്നിട്ടുള്ളത് ബിരിയാണി ചെമ്പിലാണ്. എല്ലാവർക്കും അറിയാവുന്ന കടയായിരിക്കും. ഇവിടുത്തെ ബിരിയാണി ഭയങ്കര ടേസ്റ്റാണ്. മാത്രമല്ല ഇവിടെ അൺലിമിറ്റഡ് ആയിട്ട് നമുക്ക് ബിരിയാണി കിട്ടും. അങ്ങനെ നമ്മൾ ഓർഡർ ചെയ്തിട്ട് ഞാനിങ്ങനെ വിശന്ന് പണ്ടാരം തുടങ്ങി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഈ ഒരു സമയമാണ്ട് ഇവിടെ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ ഒരു ചിക്കൻ ബിരിയാണിയും ഒരു ബീഫ് ബിരിയാണിയാണ് ഓർഡർ ചെയ്തത്. എന്തായാലും ബിരിയാണി വന്നു. ഇനി നമുക്ക് കഴിച്ചു നോക്കാം. സൈഡായിട്ട് സലാഡും അച്ചാറും ഒക്കെ വെച്ചിട്ട് നമുക്ക് കഴിച്ചു തുടങ്ങാം. ഞാൻ ആദ്യമേ ചിക്കൻ ബിരിയാണി ട്രൈ ചെയ്യാണ്. ഭയങ്കര ടേസ്റ്റിയാണ് കേട്ടോ. ഇവിടുത്തെ റൈസ് മാത്രമായിട്ട് കഴിക്കാൻ ഒരു പ്രത്യേക ടേസ്റ്റാണ്. പിന്നെ അത്യാവശ്യം ഒരു വലിയ 3 പീസ് ചിക്കനൊക്കെ ഉണ്ട് ഇതിൽ. അപ്പോൾ എല്ലാം കൊണ്ട് നല്ല ക്വാണ്ടിറ്റിയാണ്, നല്ല ടേസ്റ്റിയാണ്, അടിപൊളിയാണ് കേട്ടോ. പീസ് ആയാലും അതിലെ മസാല ആയാലും ഒക്കെ ഭയങ്കര ടേസ്റ്റിയാണ് കേട്ടോ. ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇവിടുത്തെ ബിരിയാണി എന്ന് പറയുന്നത്. എന്നാലും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ചിക്കൻ ബിരിയാണി. പിന്നീട് ട്രൈ ചെയ്തത് ബീഫ് ബിരിയാണി ആയിരുന്നു. അതിലും 2-3 വലിയ പീസ് ഉണ്ടായിരുന്നു. എനിക്ക് കുറച്ചും കൂടി പേഴ്സണലി ഇഷ്ടപ്പെട്ടത് ബീഫ് ബിരിയാണി ആയിരുന്നു. കുറച്ചുകൂടി ടേസ്റ്റ് കൂടുതലായ പോലെ എനിക്ക് തോന്നുന്നുണ്ട്. എനിവേ രണ്ടും അടിപൊളിയാണ്. രണ്ടും നമുക്ക് ഉറപ്പായിട്ടും മസ്റ്റ് ട്രൈ എന്ന് പറയാൻ പറ്റുന്ന കിടിലൻ ബിരിയാണികളാണ്. അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾ വരുമ്പോഴും അത് രണ്ടും തന്നെ ട്രൈ ചെയ്ത് നോക്കുക. അങ്ങനെ ഞാൻ വളരെ ആസ്വദിച്ച് ബിരിയാണി കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. പിന്നീട് നമ്മൾ അതിൻ്റെ കൂടെ ചിക്കൻ 65 കൂടെ ഓർഡർ ചെയ്തു. അതും അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു, നല്ല ടേസ്റ്റി ആയിരുന്നു. അപ്പോൾ ബിരിയാണിയൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേന് ഭയങ്കര ദാഹം. അങ്ങനെ ഒരു ലൈം ജ്യൂസ് ഓർഡർ ചെയ്തു. ലൈം ജ്യൂസിന് കണ്ടില്ല, ഈ ഒരു കളറാണ് കേട്ടോ. ഇത് വേറെ ആർട്ടിഫിഷ്യൽ കളറൊന്നും അല്ല. ഇത് ശരിക്കും ഇവിടുത്തെ ലൈം ജ്യൂസ് ഇങ്ങനെയാണ്. ഇതിൽ ഗ്രേപ്പ് ആഡ് ചെയ്യുന്നതുകൊണ്ടാണ് ഈ ഒരു കളറിൽ കാണുന്നത്. അങ്ങനെ ഫൈനലി ബിരിയാണി എല്ലാം കഴിച്ച് എനിക്ക് ഭയങ്കര സന്തോഷമായി ഗൈസ്. അപ്പോൾ എല്ലാവരും ഈ വഴി വരുമ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ടാറ്റാ, ബൈ ബൈ.